നമസ്കാരം. ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. നമുക്ക് നല്ലൊരു മഴക്കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തണുപ്പിന്റെ സമയമാണ്. ശീതകാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ശീതകാലത്തിൽ നമുക്ക് നടേണ്ട പച്ചക്കറികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, പച്ചക്കറിയുടെ തൈകൾ. ആദ്യമായിട്ട് തൈകൾ വാങ്ങിക്കുന്നത് സാധാരണ ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചാണ് നടുന്നത്. അപ്പോൾ ഈ തൈകൾ നടുവാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഞാനും ഫാമിലിയും കൂടെ ഒരു ചലഞ്ചായിട്ട് ഈ പ്രാവശ്യം പച്ചക്കറി നടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ തൈകൾ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ തൈകളും നമുക്ക് എല്ലാവർക്കും കൊടുത്ത് നമുക്കിത് നടാം. നമ്മുടെ ഉള്ളത് കാബേജുണ്ട്, വയലറ്റ് കാബേജുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, വഴുതണയുണ്ട്, ടൊമാറ്റോ ഉണ്ട്. നെവയ്ക്ക് എന്താ തയ്യാ വേണ്ടത്? നെവയ്ക്ക് ടൊമാറ്റോ, കാബേജ്, മമ്മിക്കോ കാബേജ്, ബ്രൊക്കോളി. നെവ ടൊമാറ്റോയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മോക്ക് ടൊമാറ്റോയാ. ഞാൻ എടുക്കുന്നത് വയലറ്റ് കാബേജ്. ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് ബ്രൊക്കോളി പറഞ്ഞേ ഉള്ളൂ. ഒരു ബ്രൊക്കോളിയുടെ തയ്യേ ഉള്ളൂ. ബ്രൊക്കോളി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പകരം ഒരു കാബേജ് തരാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നടാൻ പോകുന്നത്. ബ്രൊക്കോളിയുടെ തൈ ആൻസിക്ക് ബ്രൊക്കോളിയുടെ തൈ, മമ്മിക്ക് കാബേജ് പിടിച്ചേ, ചേച്ചിക്ക് കാബേജ്, നെവയ്ക്ക് ടൊമാറ്റോ. നെവയുടെ ടൊമാറ്റോയാണത്. നോക്കിക്കോണേ. ഞാനൊരു കാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്കുണ്ടൊരു കാബേജ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു തക്കാളിയും ഒരു വഴുതണങ്ങയാണ് ഉള്ളത്. ഇത്രയും ചെടികളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ നട്ടിട്ട് നിങ്ങൾ തന്നെ ഇത് എന്ത് ചെയ്യണം? ഇതിനാവശ്യമായ സംരക്ഷണം കൊടുക്കണം. ഇതിനകത്തുനിന്ന് നമുക്ക് വിളവ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യുഗ്രമായ ഒരു സമ്മാനം നമ്മൾ തരുന്നുണ്ട്. അല്ലേ കുഞ്ഞാറ്റെ? അല്ലേ? അപ്പോൾ നമുക്ക് ശീതകാലത്തിൽ, അതായത് നമുക്ക് തണുപ്പുള്ള സമയത്ത് നടാൻ പറ്റിയ പച്ചക്കറികളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൂടാതെ നമുക്ക് ക്യാരറ്റ്, അതേപോലെ നമ്മുടെ നാട്ടിൽ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ ബീറ്റ്റൂട്ട്, ഇതൊക്കെ നമുക്ക് ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് നടാവുന്നതാണ്. നെവയുടെ ഇത് നമുക്ക് ആദ്യമേ നെവയുടെ ടൊമാറ്റോ അങ്ങ് നടാം. ഞാൻ തന്നെ ഒന്ന് നടുന്നേ. അപ്പൊ അപ്പൊ കാണിച്ചു തരാം. വാ, നീ വാ. നെവയാ നടുന്നത്. ആ പൂവങ്ങ് അമ്മയുടെ കൊടുത്തിട്ട് വാ. നെവയുടെ തക്കാളി ചെടിയുടെ സംരക്ഷണം നെവയുടെ അമ്മയായിരിക്കും നോക്കുന്നത്. ഇതിനകത്ത് തക്കാളി ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടുന്നത് നെവയ്ക്കുമായിരിക്കും. നെവയെ മണ്ണ് മാറ്റിക്കോ. ഈ മണ്ണ് മാറ്റി ഇവിടെ നടുന്ന ഈ മണ്ണ് മാറ്റ്. ഈ മണ്ണ് മാറ്റി ഇതിനകത്ത് നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണ്, ചാണകപ്പൊടി, അതേപോലെ കമ്പോസ്റ്റ് ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ നടുന്നത്. ഇപ്പം നമുക്ക് ഈ തൈ ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കാം. നടാം. നെവ ഇത് പിടിച്ചേ. ഇത് നെവയ്ക്ക് വേണ്ടിയിട്ടാണ് നടുന്നത്. വേണ്ടത് ഇത് നെവയാണ് നടുന്നത്. അയ്യോ, വിട്ടോ. നെവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നടുന്നത്. ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മതി. ഇനി നമുക്ക് ഇനിയുണ്ടോ? അങ്ങനെ നെവ തക്കാളി ചെടി നട്ടേക്കുവാ. നെവ ഇനി അവിടെ പോയി നിന്നോ. ഇനി ആ വലിയ ഗ്രോ ബാഗിനകത്ത് രണ്ട് സൈസിലെ ഗ്രോ ബാഗ് ഇവിടെ ഉള്ളത്. കുറച്ച് വലുതും പിന്നെ ചെറുതും ഉള്ളത്. വലുതിനകത്ത് തക്കാളി നടണം, കാബേജ് നടാനുള്ള വലിപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ അത്. അതിനകത്ത് നടാം. കാബേജ് വേറൊന്നും പോവാതെ നമ്മൾ എടുക്കാൻ പറ്റി. അത് മണ്ണാ മോളെ, അത് പൊട്ടാറില്ല.
കാബേജ് നട്ടു. കാണിച്ചടാ ഈ ഇരിക്കുന്ന ബ്രൊക്കോളി. ആ ബ്രൊക്കോളി അത് സാരമില്ല, ഇത് വെച്ച് കട്ട് ചെയ്യാം. പാ അതിവിടെ നടാം. നീ ഉണ്ടോ? ഇതിൽ നട്ടോ, ഇതിൽ നട്ടോ, അതിൽ നട്ടോ, അതിൽ നട്ടോ. ആ ആദ്യം കുഴി എടുക്കണം. ചെടിക്കകത്ത് പിടിച്ചോ. പിടിച്ചേ, ഞാനങ്ങനെ അതായത് ഇത് പിടിച്ചേ. മാറിയ മോളെ. വാ മോളെ, നശിപ്പിക്കല്ലേ. നമുക്ക് വെള്ളം ഒഴിച്ചു ഇത് നാൻസിയുടെ ബ്രൊക്കോളി. കാബേജ് ഉണ്ടോ നോക്കിയോ? ഇനി നടാനുള്ളത് മണ്ണിട്ടോ. അപ്പം ഈ തൈകളെല്ലാം ഹൈബ്രിഡ് തൈകളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് കായകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തന്ന ആളുകൾ പറഞ്ഞത്. ഇതൊരു ചേച്ചി സ്വന്തമായിട്ട് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് തൈ ഇങ്ങനെ വിൽക്കുന്നൊരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അവർക്ക് ഒരു ചെറിയൊരു വരുമാനമാവും. നമുക്കിതേപോലെ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി നടാനുണ്ട്. ഇതൊരു വഴുതനയുടെ തൈയായത്. ഒരുപാട് വഴുതന ഉണ്ടാകുന്നൊരു ചെടിയായത്. നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വേരൊക്കെ വന്നിട്ടുണ്ട് ഈ ചെടിക്ക്. ഒന്ന് നട്ട് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ ഈ ചെടികൾക്ക് നമ്മുടെ തക്കാളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. 2 തക്കാളി ചെടിക്കും. അതിനുണ്ട് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ബാഗിൽ കുറച്ചും കൂടെ മണ്ണ് ആവശ്യമുണ്ട്. ഇത് റെഡല്ല വയലറ്റ് കാബേജ് ആയത്. ഇതിൻ്റെ കായ്ക്ക് അധികം വലിപ്പം ഉണ്ടാകത്തില്ല. ചെറിയ കായ ഇതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ കാബേജ് ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം. ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കാബേജ് പറിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് വെജിറ്റബിൾസൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ.
ഇനി നമുക്കിതിനെ വെള്ളം ഒഴിക്കും. നെവ നട്ട ചെടിക്ക് നെവയാ വെള്ളം ഒഴിക്കുന്നത്. നെവേ ഇന്ന് തിരിച്ച് വെള്ളം ഒഴിച്ചോ മോളെ. ആ ഒഴിച്ചോ. ആ മതി അയ്യോ അങ്ങനെ ഒഴിക്കണ്ട, നമുക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ. ആ അത് അത്രയും മതി. വാ ഇതിനൊഴിക്ക്. ആ മേടിക്കും. ഇനി അപ്പം ഒഴിക്കട്ടെ. ആ ഗ്രോ-ബാഗിന് നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി. ഇനി ഇതിന് വളപ്രയോഗം എന്ന് പറയുന്നത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചാണകം പുളിപ്പിച്ചതോ അങ്ങനെ ഏതെങ്കിലും ഒരു വളമായിരിക്കും കൊടുക്കുന്നത്. ജൈവവളം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ചെറിയ ചലഞ്ചൊക്കെ വീട്ടിൽ തന്നെ ചെയ്ത് ഇതേപോലെ പച്ചക്കറിയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസംബറൊക്കെ ആവുന്ന സമയത്തേക്ക് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് നന്നായിട്ട് ഇപ്പം ഞാൻ നട്ടേക്കുന്നത് കാബേജും ബ്രൊക്കോളിയും അതേപോലെ ടൊമാറ്റോയും നട്ടേക്കുന്നത് ഇതിനകത്ത് നിന്ന് നന്നായിട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.